ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ 4 മണി പലഹാരമായിട്ടാണ്. ഇത് ഒരു ഗോതമ്പ് പൊടി കൊണ്ടും അതുപോലെ തന്നെ ഇതിനകത്ത് കസ്റ്റർഡൊക്കെ നിറച്ചിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഇതുപോലെ 2 ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമില്ല, മഞ്ഞ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കസ്റ്റർഡ് ക്രീമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മറ്റൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുമ്പം അതോടൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്, അതും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീമിൻ്റെ ഒരു പരുവം ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ക്രീം, ഡബിൾ ക്രീമെന്നും വിപ്പ് ക്രീമെന്നും ഒക്കെ നമ്മൾ പറയും, അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അതിന് പകരം പാലാണെങ്കിലും ചേർക്കാം. ഞാനിന്നിവിടെ പാലും ക്രീമും രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്രീം നന്നായി മിക്സ് ഇതിന് ശേഷം അതേ കപ്പിൽ 1/4 കപ്പ് അളവിൽ തന്നെ പാല് ചേർത്ത് കൊടുക്കുക. പാലൊക്കെ എടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഈ ഒരു കോൺഫ്ലവർ ഈ ഒരു മിക്സിൽ അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1.5 കപ്പ് പാലെടുക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. അപ്പോൾ ഈ പാല് ഒഴിച്ചത് ഉടനെ തന്നെ നമ്മൾ കലക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മഞ്ഞയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. അല്ലാതെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ഒഴിക്കാൻ നിൽക്കരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. കാരണം ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 മിനിറ്റിനകത്ത് പാത്രമൊക്കെ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കണം എന്നൊന്നുമില്ല. അതുപോലെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാലും ഇച്ചിരി കൂടുതലാണ്, ഒരു 1-2 നുള്ള ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് സമയം എടുത്തതാണ് ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറുകിയുള്ള ഒരു രീതി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയം ഫ്ലെയിം ലോയിലോട്ട് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്കിനി കുറച്ചും കൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കാനാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ താല്പര്യം, അതുകൊണ്ട് അങ്ങനെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം നമുക്കൊരു മാവ് ഉണ്ടാക്കണം. അതിനായിട്ട് മറ്റൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ എടുക്കണം. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പാല് ചേർക്കുക, 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളും കൂടെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിനകത്ത് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അത് ചേർക്കണം എന്നില്ല. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരിയും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഗോതമ്പ് പൊടി ചേർക്കേണ്ട വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ എടുക്കുന്ന പൊടിക്കും പാലിനും അതിൻ്റെ ഒക്കെ ആ ഒരു മിക്സിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ഒരു നമ്മൾ മാവാക്കുന്നതിൻ്റെ അളവിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കഴിഞ്ഞ് മിക്സ് ചെയ്തപ്പോൾ കണ്ടോ ഇച്ചിരി ഒരു നനവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ കൂടിയാണ് എക്സ്ട്രാ ചേർത്തത്. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന കണക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട. സൺഫ്ലവർ ഓയിൽ, മണമില്ലാത്ത എണ്ണ അത്രയും മതി. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1 മിനിറ്റ് സമയം കൂടെ എടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം.
അപ്പോൾ നന്നായിട്ടൊക്കെ ഇതൊന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊന്തെന്ന് പറയാനില്ല, പക്ഷെ അതൊന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഒന്ന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാനിവിടെ 3/4 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റർഡൊക്കെ ആണെങ്കിലും ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാവ് 1 മിനിറ്റ് സമയം കൂടി എടുത്ത് നന്നായി കുഴച്ചെടുക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് ഗോതമ്പ് പൊടി ചേർത്തത് കൊണ്ട് നന്നായിട്ട് മൈദയുടെ പോലെ അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് സമയം കൂടി എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഈ ഒരു ബണ്ണ് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി ഒരു കുഞ്ഞ് റൗണ്ട് ഷേപ്പിലോട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മേലെയാണോ ചപ്പാത്തി പലകയുടെ മേലെ ആണെങ്കിലും ആദ്യം അല്പം ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ആ പൊടിയൊന്നും 2 സൈഡിലും ആകത്തക്ക രീതിയിലൊന്ന് കൈ വെച്ചൊന്ന് പരത്തി എടുക്കാം. അതിനുശേഷം ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നമുക്ക് റോളർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഒത്തിരി കനം കുറച്ചിട്ടൊന്നും പരത്തണ്ട. നമുക്ക് ഒരു ബണ്ണിൻ്റെ ഒരു മീഡിയം ആയിട്ടുള്ള ഒരു തിക്നെസ്സിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് കാണിക്കാം. ഞാനപ്പോൾ ഒരു മീഡിയം സൈസിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വട്ടത്തിന് അത് വലുതോ ചെറുതോ ഒക്കെ അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ വായ്വട്ടം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ബണ്ണായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം ഞാനിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബണ്ണ് ഇതുപോലെ എടുത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സമയമെടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് പതിയെ മാറി വരും. മാത്രമല്ല ഇതിങ്ങനെ പൊന്തി വരും. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇട്ടപ്പം താഴെയായിരുന്നു അത് കിടന്നിരുന്നത്. പിന്നെ അത് പതുക്കെ വീർത്ത് വരാൻ തുടങ്ങും. നമ്മൾ ഇതിനകത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്തെന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇനി കസ്റ്റർഡ് ഫില്ല് ചെയ്യാതെ ബണ്ണ് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ നിറക്ക് മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിത് വറുത്തെടുക്കുന്നുണ്ട്. ഇത് എടുത്ത ഉടനെ തന്നെ ഞാനിത് ഇടാൻ പോകുന്നത് ഒരു ബൗളിനകത്ത് അല്പം പഞ്ചസാര, അത് പൊടിച്ചതോ അല്ലെങ്കിൽ പൊടിക്ക് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ആവാം, അതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് ഇതൊന്ന് പെരട്ടി എടുക്കണം. ഇതിൻ്റെ മേലെ ആ ഒരു ഷുഗർ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, ചെറുതായിട്ട് ഒരു പഞ്ചസാരയുടെ തരികളൊക്കെ കിട്ടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്താണെങ്കിലും അത് നമ്മൾ എടുത്ത ഉടനെ തന്നെ ഈ ഷുഗറിനകത്തോട്ട് ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഷുഗറൊക്കെ ഒരു എണ്ണയുടെ ആ ചൂടിനകത്തും ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ബണ്ണും ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പഞ്ചസാര ഒന്നും കൂടെ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു കത്തി എടുക്കുക. ആ കത്തി എടുത്തിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈഡിൽ കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് അവിടെ ചെറിയൊരു ഓട്ട ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതിനകത്താണ് നമ്മൾ കസ്റ്റർഡിൻ്റെ ആ ഒരു ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ മുറിക്കുന്ന സമയത്ത് കത്തി ഒന്ന് പതുക്കെ ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ അറ്റത്തോട്ട് അത് എത്തി പുറത്ത് വരരുത്. അത് ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് ആ കസ്റ്റർഡ് ഫില്ല് ചെയ്യാനുള്ള ഒരു വഴി നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടോ, ഈ ഒരു രീതിക്ക് വേണം ആ ഒരു ഹോള് വരാൻ വേണ്ടിയിട്ട്. എന്നാൽ പുറകിലോട്ട് അത് പുറത്തേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് വരാനായിട്ട് ഞാൻ എല്ലാ ബണ്ണും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കസ്റ്റർഡ് ക്രീം നമുക്ക് എന്തായി നോക്കാം. ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്.
അത്യാവശ്യം തിക്കലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിൽമേഡൊക്കെ പാക്കറ്റ് പാലിൻ്റെ കവർ ഉണ്ടെങ്കിൽ അത് ഒന്ന് അതിനകത്ത് നിറച്ച് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് അങ്ങനെ അതൊരു പൈപ്പിംഗ് ബാഗ് പോലെ യൂസ് ചെയ്ത് നിറയ്ക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയവും ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമുക്ക് കോരി അതിനകത്തോട്ട് ഇടാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നോസിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിലൊക്കെ ഏതാണോ സൗകര്യം, ഏതാണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അത് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ഈ ഒരു കസ്റ്റർഡ് ക്രീം ഒന്ന് നിറച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഓട്ടയ്ക്കകത്തോട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്ത് ഇതിനകത്ത് ക്രീം നിറച്ച് കൊടുക്കാം. നമ്മൾ ക്രീം നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ബണ്ണ് ഇങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പം ക്രീം ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് കുറച്ച് ക്രീമി ആയിട്ടിരിക്കണോ അത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ കസ്റ്റർഡ് ക്രീം തന്നെ വേണം എന്നില്ല. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ക്രീമാണെങ്കിലും ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഇനി ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഈ ഗോതമ്പ് പൊടി, മുട്ട, പാലൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ക്രീമിയാണ്. നല്ല ഒരു ബ്രെഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാണല്ലോ മിക്കവർക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.